പ്രിയപ്പെട്ടവരെ, കരുണാമയനായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കൃപ തിരുവചനത്തിലൂടെ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പുലർകാല വിചിന്തനം. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സകല നിരാശയിൽ നിന്നും സകല കണ്ണുനീരിൽ നിന്നും കർത്താവെ, അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ഈ പ്രഭാതത്തിൽ എന്നെ അവിടുന്ന് മോചിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹവും കരുണയും അനുഭവിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഏലിയ പ്രവാചകൻ ജസബൽ രാജ്ഞിയുടെ അരികിൽ പോയി അവൾ കാണിച്ച അക്രമത്തിന് പകരമായി അവളുടെ പ്രാണനെ പ്രവാചകന്മാരോട് അവൾ ചെയ്തതുപോലെ തന്നെ കർത്താവ് എടുത്തു മാറ്റുമെന്ന് ക്രൂരമായി പറഞ്ഞതിന് ശേഷം പ്രവാചകൻ അവിടെ നിന്ന് ഓടി ഒളിക്കുകയാണ്, ജസബൽ രാജ്ഞിയുടെ ദൂതന്മാരുടെ വാളിനെ ഭയപ്പെട്ട്. ഒരു ദിവസം മുഴുവൻ മരുഭൂമിയിലൂടെ നടന്ന് ഒരു മരത്തിൻ്റെ തണലിൽ പോയി പ്രവാചകൻ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ പ്രാണനെ എടുത്തോ, ഞാൻ മടുത്തിരിക്കുന്നു. തികഞ്ഞ നിരാശനായി മാറുകയാണ്. മുൻപോട്ടൊരുടി നടക്കുവാനായിട്ടുള്ള കരുത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്തിന് ചോർന്നു പോയിട്ടുണ്ട്. ആ മേനിയാകെ തളർന്നു പോയിട്ടുണ്ട്. മാത്രമല്ല, മനസ്സിൻ്റെ ബലം ചോർന്നു പോകുന്നവന് ശരീരം ചലിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഏലിയ തളർന്നു, അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ, വചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ ദൂതൻ ഏലിയ പ്രവാചകന്റെ അരികിൽ വന്ന് ചുടുകല്ലിൽ ചുട്ടെടുത്തൊരു അപ്പവുമായിട്ട് പ്രവാചകനെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഇത് കഴിക്കണം, നീ ക്ഷീണം മാറ്റി നീ വീണ്ടും എഴുന്നേറ്റ് നടക്കണം. പ്രവാചകൻ ആ അപ്പം കഴിച്ചു, പിന്നെയും കിടന്നുറങ്ങി. വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പം ഭക്ഷിക്കുവാൻ അവനെ നിർബന്ധിച്ചു. അവൻ അത് കഴിച്ചു. അതിൻ്റെ ശക്തിയാൽ 40 രാവും 40 പകലും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹൊറോബ് മലയിലെത്തി. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നിരന്തരമായി കടന്നു വരുന്ന അനർത്ഥങ്ങളുടെ വെളിച്ചത്തിൽ ഒരുവൻ നിരാശനായി മാറുമ്പോൾ, കണ്ണുനീരവൻ്റെ ജീവിതത്തിൽ അകമ്പടിയായി മാറുമ്പോൾ, മുട്ടുന്ന എല്ലാ വാതിലുകളും നിഷ്പ്രയാസം നമ്മളുടെ മുമ്പിൽ അടയ്ക്കുകയും പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകാറുണ്ട്. മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോകുന്ന എത്രയോ രാപ്പകലുകൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. എത്രയോ രാത്രിയിൽ നമ്മൾ കണ്ണുനീരൊഴുക്കി ദൈവത്തിൻ്റെ മുമ്പിൽ വല്ലാണ്ട് നിരാശപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. ദാ ഇവിടെയൊക്കെ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ജീവന്റെ ഒരു അപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ജീവന്റെ അപ്പം ദൈവം നമുക്ക് പകർന്നു നൽകിയത് എങ്ങനെയാണ്? അവൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിച്ചു. ഇതെൻ്റെ ചോരയാണ്, വാങ്ങിക്കുടിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉത്കടമായ നിരാശയിലേക്ക് കൂപ്പുകുത്തി വീഴുമ്പോൾ ഉണർവോടുകൂടെ ദൈവത്തിൻ്റെ തേജസ്സിൽ ജ്വലിച്ചു നിൽക്കുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയാണ്. ഒരു ദൈവം നിന്റെ പിടപ്പേറ്റെടുത്ത് അൽത്താരയിൽ കിടന്ന് പിടഞ്ഞ് അവൻ ശരീരം നിനക്ക് ഭക്ഷിക്കുവാനായിട്ട് നൽകുന്നു. ഒരു ദൈവം കാൽവരിയിൽ തൻ്റെ ചോര ഒഴുക്കി നിനക്ക് ആ ചോര കുടിച്ച് പാനീയമായി നിനക്ക് നൽകി നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു ദൈവം നിന്റെ അരികിലേക്ക് വരുന്നു. ഈ ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. വീണ്ടും നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, 40 രാവും 40 പകലുമാണ് ജീവന്റെ അപ്പം ഭക്ഷിച്ചിട്ട് ഏലിയ പ്രവാചകൻ നടന്നു പോകുന്നത്. ആ മലമുകളിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ കാത്തിരുന്നത് അനുഗ്രഹമോ ആശ്വാസമോ സമാധാനമോ ഒന്നുമല്ല. ഈ പ്രവാചകന്റെ മുൻപിലൂടെ ഭൂമി കുലുക്കം ഉണ്ടാവുന്നു. വലിയ പാറക്കഷ്ണങ്ങൾ താഴേക്ക് ഉരുണ്ടു പോകുന്നു. ഗുഹയ്ക്കകത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പിന്നീട് ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടാകുന്നു, ഇടിമിന്നലുണ്ടാകുന്നു. എല്ലാം കഴിയുമ്പോൾ ശാന്തമായൊരു സ്വരത്തിൽ അവനോട് ചോദിക്കുന്നു, ഏലിയ, നീ ഇവിടെ എന്തെടുക്കുക? ദൈവത്തിൻ്റെ കൃപയിൽ സകല നിരാശയും വിട്ടൊഴിഞ്ഞ് ജ്വലിക്കുന്ന മനസ്സോടുകൂടെ നിൽക്കുന്നവൻ പറഞ്ഞു, ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണത കൊണ്ട് ഞാൻ ജ്വലിച്ചു നിൽക്കുകയാണ്. വീണ്ടും അതേ വാചകം ചോദിക്കുന്നു ദൈവം. അവൻ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി അതീവ തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിച്ചു നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ നിരാശയ്ക്ക് അടിമപ്പെട്ടവരാണോ? കണ്ണുനീര് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദ്യമാണെന്ന് കരുതുന്നവരാണോ? കർത്താവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നതിന് നൽകിയിരിക്കുന്ന ആ പരിശുദ്ധ കുർബാനയിൽ അഭയം തേടൂ. അവൻ്റെ ശരീരവും രക്തവും നിന്റെ സിരകളിലേക്കൊന്ന് കടന്നു വരട്ടെ. ഏത് പ്രതിസന്ധിയെയും ഏത് കണ്ണുനീരിനെയും നിനക്ക് അതിജീവിക്കാനുള്ള വരം നിന്റെ ദൈവം നിനക്ക് നൽകും. കർത്താവ് നിന്നെ കരങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവമുണ്ടാകും. അതിനുവേണ്ടി തമ്പുരാനോട് നിരന്തരമായിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവേ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി. എല്ലാ നിരാശകളും കണ്ണുനീരും അകറ്റിക്കളയുന്ന അങ്ങയുടെ തിരുശരീരത്തിലും തിരുരക്തത്തിലും അഭയം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.